Hello my dear friends, welcome back to English language learning programs. ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ചെയ്യുന്ന പോലെ തന്നെ ക്ലച്ചും ഗിയറും ആക്സിലറേറ്ററും മനസ്സിലാക്കുമ്പോൾ ലേണിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ വണ്ടി എടുക്കുമ്പോൾ ഇപ്പോൾ ഓഫ് ആവും. പക്ഷെ അത് എത്രമാത്രം അത് വീണ്ടും അപ്ലൈ ചെയ്യും, അങ്ങനെ അപ്ലൈ ഒരുപാട് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് സ്കില്ലായിട്ട് മാറും. സ്കില്ല് പിന്നെന്താവും, ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്ക് സ്കില്ലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോട്ട്സ് ചെയ്തെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് വെച്ചാൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സാധാരണ അർത്ഥമൊക്കെ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് ഐ യു ദേ വി ആണെങ്കിൽ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. എന്നാൽ ഐ ഹാവ്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. നിനക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, യു ഹാവ് എ മൊബൈൽ ഫോൺ. ദേ ഹാവ് മൊബൈൽ ഫോൺസ്, വി ഹാവ് മൊബൈൽ ഫോൺ. എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ, യു ഹാവ് എ കാർ. ദേ ഹാവ് കാർസ്, വി ഹാവ് കാർസ്. ഇനി അവിടെ ഒരു കാർ ഉണ്ടെന്ന് പറയുകയാണ്, ഈ ഹാസ് എ കാർ എന്ന് പറയും. അതാണ് ഗ്രാമർ. നമ്മൾ സ്കൂൾ പഠിക്കുന്നതാണ്. ഹാസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ തന്നെ ഹി ഹാവ് എന്ന് അറിയാതെ പറഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അയ്യോ ദേവിക്ക് ഹാവ് ഉപയോഗിക്കുമ്പോൾ ഹീ ഷീറ്റിന് ഹാസ് ഉപയോഗിക്കുക. അതാണ് ഇംഗ്ലീഷിൽ ഗ്രാമറ്റിക്കൽ ഗ്രാമർ. പക്ഷേ ഇവിടെ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. മുമ്പ് പറഞ്ഞ പോലെ സാറേ സാമ്പാർ, അയ്യോ ദേവിക്ക് എസ് ഇല്ല. ഹാവ് എന്നുള്ള വാക്കിൽ നമുക്ക് എസ് എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റില്ല. എന്നാൽ ഹാസ് എന്നുള്ള വാക്കിൽ ഇതൊക്കെ ഇംഗ്ലീഷ് ഗ്രാമറിന് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ദിസ് ഒരു തരം ടെക്നിക്കാണ്. ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ പഠിച്ചത്. അപ്പോൾ ഹാസ് എന്ന് പറയുമ്പോൾ ഹാസ് എന്നുള്ള വാക്കിൽ എസ് എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞപ്പോൾ വേർബിനോട് കൂടെ അയ്യോ ദേവിക്ക് വേർബ് മാത്രം മതി. ഹീ ഷീറ്റിന് വേർബിനോട് കൂടെ എസ്ഒ ഇ എസ്ഒ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എസ് വരുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ എസ്. ഹാവിൻ്റെ കൂടെ എസ് ഇല്ല, പക്ഷേ ഹാസിൻ്റെ കൂടെ എസ് ഉണ്ട്. അപ്പോൾ അയ്യോ ദേവിക്ക് ഹാവ് ആണ്. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം എനിക്ക് ഉണ്ടെന്ന് പറയാൻ ഇത്ര മനസ്സിലാക്കാനുള്ളൂ. എന്നാൽ അവനുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഹാസ്, അവൾക്കുണ്ടെന്ന് പറയുമ്പോൾ ഷീ ഹാസ്. അല്ലെങ്കിൽ എൻ്റെ വീടിനുണ്ട്, മൈ ഹൗസ് ഹാസ്, മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ്. അല്ലെങ്കിൽ നമ്മൾ മൈ ഹോം ടൗൺ ഹാസ് എ മെഡിക്കൽ കോളേജ്. മൈ ഹോം ടൗൺ ഹാസ് 6 സിനിമ. മൈ ഹോം ടൗൺ ഹാസ് എ വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് ഹീ ഷീറ്റ് ആകുമ്പോൾ ഹാസ് ഉപയോഗിക്കുന്നു, അയ്യോ ദേവി ആകുമ്പോൾ ഹാവ് ഉപയോഗിക്കും. രണ്ടാമത്തെ എസ് വന്നു. മറ്റുള്ള 2 എസ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മറ്റു 2 എസ്സും കൂടി കവർ ചെയ്യാൻ പറ്റും. ഈ 4 എസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ബേസിക്കായിട്ട് ഇംഗ്ലീഷിൻ്റെ ഏകദേശം 60% സംസാരത്തിൻ്റെ ഭാഗം ഇത് തന്നെ ഈ 4 എസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എസ് ഇപ്പം പറഞ്ഞു. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇവിടെ ഹാവും ഹാസും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമല്ല. ഹാവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അയ്യോ ദേവിക്ക് ഹാവും ഹീ ഷീറ്റിന് ഹാസും ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ അർത്ഥം ഐ ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഡിന്നർ ഉണ്ട് എന്നുള്ള അർത്ഥം. പിന്നെ ഐ ഈറ്റ് ഡിന്നർ എന്നതിന് വേറെ രൂപമാണ് ഐ ഹാവ് ഡിന്നർ. അപ്പോൾ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അർത്ഥം. അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഉണ്ട് എന്നാണെങ്കിലും അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തിന്നുക എന്ന അർത്ഥമുണ്ട്, കുടിക്കുക എന്നർത്ഥമുണ്ട്, കുളിക്കുക എന്നർത്ഥമുണ്ട്. ഹാവ് എ നൈസ് ഡേ,
ഹാവ് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറയുമ്പോൾ എൻജോയ് എ ഹോളിഡേ നടത്തുന്നുണ്ട്. അപ്പോൾ ഐ ഹാവ് എ ബാത്ത് മീൻസ് ഐ ടേക്ക് എ ബാത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഹാവിന് ഒരുപാട് അർത്ഥമുണ്ട്, 5-6 മീനിങ്സ് ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. സബ്ജക്റ്റ് ഹീ ഷീറ്റ് ആകുമ്പോൾ ഹാസ് ഉപയോഗിക്കുന്നു, അയ്യോ ദേവി ആകുമ്പോൾ ഹാവ് ഉപയോഗിക്കും. രണ്ടാമത്തെ എസ്, ഈ 4 എസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ ഏകദേശം 60% സംസാരത്തിൻ്റെ ഭാഗം ഇത് തന്നെ ഈ 4 എസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എസ് ഇപ്പം പറഞ്ഞു. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇവിടെ ഹാവും ഹാസും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമല്ല. ഹാവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അയ്യോ ദേവിക്ക് ഹാവും ഹീ ഷീറ്റിന് ഹാസും ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ അർത്ഥം ഐ ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഡിന്നർ ഉണ്ട് എന്നുള്ള അർത്ഥം. പിന്നെ ഐ ഈറ്റ് ഡിന്നർ എന്നതിന് വേറെ രൂപമാണ് ഐ ഹാവ് ഡിന്നർ. അപ്പോൾ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഉണ്ട് എന്നാണെങ്കിലും അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തിന്നുക എന്ന അർത്ഥമുണ്ട്, കുടിക്കുക എന്നർത്ഥമുണ്ട്, കുളിക്കുക എന്നർത്ഥമുണ്ട്, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറയുമ്പോൾ എൻജോയ് എ ഹോളിഡേ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഐ ഹാവ് എ ബാത്ത് മീൻസ് ഐ ടേക്ക് എ ബാത്ത് എന്നർത്ഥമുണ്ട്. അപ്പോൾ ഹാവിന് ഒരുപാട് അർത്ഥമുണ്ട്, 5-6 മീനിങ്സ് ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഐ ഹാവ് ഡിന്നർ എന്ന് പറയുമ്പോൾ ഐ ഈറ്റ് ഡിന്നർ എന്നുള്ളതിൻ്റെ അതേ മീനിങ് ആണ്, ഞാൻ ഡിന്നർ കഴിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, ഐ ഹാവ് ഡിന്നർ. സെക്കൻഡ് വൺ, ഐ ഹാവ് ലഞ്ച് ഇൻ എ കാഫേ. I have lunch in a cafe means I eat lunch in a cafe, or I take lunch in a cafe, same meaning. And then I go to bed at about midnight. I go to bed at about midnight. Then I finish work at 6 o'clock. I get up early. I get home at about 7. I leave home at 7:45. I have breakfast at home. I start work at 9 o'clock. At 9. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഏതും ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഏത് സാധാരണക്കാരനോ അറിയുന്ന വാക്കുകളുണ്ടാവുള്ളൂ. ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉറങ്ങാൻ പോവുക. ഫിനിഷ് വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പൂർത്തിയാക്കുന്നു. ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ എണീക്കുക. ഗെറ്റ് ഹോം എന്ന് പറഞ്ഞാൽ റീച്ച് ഹോം എന്നാണ്, വീട്ടിലെത്തുക. അതേപോലെ ലീവ് ഹോം എന്ന് പറഞ്ഞാൽ ഐ ലീവ് ഹോം മീൻസ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു എന്നാണ്, പുറപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥമാണ്. അതേപോലെ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ ഐ സ്റ്റാർട്ട് വർക്ക്. വെരി സിമ്പിൾ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊന്ന് ഓർഡർ ആക്കി പറയണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ഹാവ് ഡിന്നർ, നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഓർഡറിലാക്കണം. രാവിലെ ഇത് ഫസ്റ്റ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഐ ഗെറ്റ് അപ്പ് ഏർലി എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ സെൻറ്റൻസ്. ഐ ഗെറ്റ് അപ്പ് ഏർലി, ഞാൻ നേരത്തെ എണീക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക, നെക്സ്റ്റ്. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്, ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്. പുട്ട് ദ സെൻറ്റൻസ് ഇൻ ദ റൈറ്റ് ഓർഡർ. യു വിൽ ഗെറ്റ് ദ ഡെയിലി ഒരാളുടെ ഒരു ഇംഗ്ലീഷുകാരുടെ ഡെയിലി റൂട്ടീൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസ് ഒന്ന് മോർണിംഗ് ടിൽ ഈവനിങ് എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ, 1-2 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങാൻ പറ്റും. സിമ്പിൾ പ്രസൻറ്റ് എന്ന വേർബ് ഇതിൽ കൂടുതലൊന്നും ഇംഗ്ലീഷിൽ മനസ്സിലാക്കാനില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ഓർഡർ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ലിസണിങ് ഞാൻ പ്ലേ ചെയ്യും. ലിസണിങ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ ആക്കിയത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. Just listen the audio, then if you make any mistakes, correct it. I get up early. I have breakfast at home. I leave home at 7:45. I start work at 9. I have lunch in a cafe. I finish work at 6 o'clock. I get home at about 7. I have dinner. I go to bed at about midnight. Okay, I'll just read the sentence in the right order. If you have made any mistakes, please correct it. I get up early. I have breakfast at home. I leave home at 7:45. I start work at 9. I have lunch in a cafe. I finish work at 6 o'clock. I get home at about 7. I have dinner. I go to bed at about midnight. That's all. I read it again. Listen very carefully, and if you make any mistakes, please correct it. I get up early. I get up early means ഞാൻ നേരത്തെ എണീക്കാറുണ്ട്. I have breakfast at home. ഞാൻ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. I leave home at 7:45. ഞാൻ 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. 7:45 എന്ന് പറഞ്ഞാൽ സാധാരണ ഇംഗ്ലീഷുകാർ അങ്ങനെയാണ് സമയം പറയുക. നമ്മൾ പറയുന്ന പോലെ പറയാറുണ്ട്. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയാം, സാധാരണ നമ്മൾ പറയാം
8:05. ദാറ്റ്സ് ഈസി. സാധാരണ അവർ പറയാം ആദ്യം മിനിറ്റ് പറയും പിന്നെയാണ് സമയം പറയുക. അതായത് 5 past 8, അതായത് 5 മിനിറ്റ് കഴിഞ്ഞ് 8, അതായത് 8:05. 8:10 ആണെങ്കിൽ എന്ത് പറയും? 10 past 8, അതായത് 8:10, 10 മിനിറ്റ് കഴിഞ്ഞ് 8 മണി ആയിട്ടുണ്ടെന്ന് അർത്ഥം. 8 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ 8:15 ആണെങ്കിൽ അവർ സാധാരണ 15 എന്നുള്ളതിന് ക്വാർട്ടർ എന്നാണ് ഉപയോഗിക്കുക. സോ ക്വാർട്ടർ പാസ്റ്റ് 8. 8:20 ആണെങ്കിൽ 20 past 8. 8:25 ആണെങ്കിൽ 25 past 8. 8:30 ആണെങ്കിൽ ഹാഫ് പാസ്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ് 30 എന്നുള്ളതിന് ഹാഫ് എന്നാണ് ഉപയോഗിക്കുക, ഹാഫ് പാസ്റ്റ് 8. അപ്പോൾ 8:30 വരെ ദ ക്ലോക്ക് ഹാസ് 2 പാർട്സ്. ആദ്യത്തെ പാർട്ടിൽ പാസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നു. മിനിറ്റിന് ശേഷം ആദ്യം മിനിറ്റ് പറയുന്നു, അതിനുശേഷം പാസ്റ്റ്. 5 past, 10 past, quarter past, 20 past, 25 past, half past. അവിടുന്ന് അങ്ങോട്ട് പറയുന്നത് 2 എന്നാണ്. ഫോർ എക്സാമ്പിൾ quarter to 9 മീൻസ് 8:45. quarter to 9 എന്ന് പറഞ്ഞാൽ 8:45. നേരത്തെ പറഞ്ഞ quarter to 8 എന്നാണ് പറഞ്ഞത്. quarter to 8 എന്ന് പറഞ്ഞാൽ 8 മണിക്ക് 15 മിനിറ്റ്, അതായത് 7:45. 7:45 quarter to 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ 8 മണിക്ക് 10 മിനിറ്റ് ആണെങ്കിൽ 10 to 8 എന്നാണ് പറയുക. ഇറ്റ്സ് വാട്ട് ടൈം ഇസ് ഇറ്റ് പ്ലീസ് എന്നാണ് ചോദിക്കുക. ഇറ്റ്സ് 10 to 8 അല്ലെങ്കിൽ ഇറ്റ്സ് quarter to 8. 10 മണിക്ക് 10 മിനിറ്റ് ആണെങ്കിൽ എങ്ങനെ പറയാം? 10 to 10, അതായത് 9:50. അപ്പോൾ ഇവിടെ പറയുന്ന മൂന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്, ഐ ലീവ് ഹോം അറ്റ് quarter to 8. quarter to 8 മീൻസ് 7:45. 7:45 quarter to 8 എന്ന് പറയുന്നത്. അതേപോലെ ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9. 9 മണിക്ക് ഞാൻ ജോലി ആരംഭിക്കുന്നു. ഐ ഹാവ് ലഞ്ച് ഇൻ എ കഫേ എന്നാണ് ഞാൻ ലഞ്ച് കഴിക്കാറുള്ളത്. ഐ ഫിനിഷ് വർക്ക് അറ്റ് 6 o'clock. 6 മണിക്ക് ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കുന്നു. ഐ ഗെറ്റ് ഹോം മീൻസ് ഐ റീച്ച് ഹോം. ഞാൻ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലെത്തുന്നത് അറ്റ് അബൌട്ട് 7, ഏകദേശം 7 മണിക്കാണ്. സോ ഐ ഗെറ്റ് ഹോം അറ്റ് അബൌട്ട് 7. ഐ ഹാവ് ഡിന്നർ, ഞാൻ ഡിന്നർ കഴിക്കുന്നു. ഐ ഗോ ടു ബെഡ് അറ്റ് അബൌട്ട് മിഡ്നൈറ്റ്. ഞാൻ ഏകദേശം അർദ്ധരാത്രിയാണ് ഉറങ്ങാൻ പോകാറുള്ളത്. ഞാൻ ഒന്നും കൂടി വായിക്കാം ഈ ഡെയിലി റൂട്ടീൻസ്. ആർക്കെങ്കിലും എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഓർഡർ ആയിട്ടില്ലെങ്കിൽ അത് ഓർഡർ ചെയ്യാം. ലിസൺ കെയർഫുള്ളി. ഐ ഗെറ്റ് അപ്പ് ഏർലി. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. ഐ ലീവ് ഹോം അറ്റ് quarter to 8. ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9. ഐ ഹാവ് ലഞ്ച് ഇൻ എ കഫേ. ഐ ഫിനിഷ് വർക്ക് അറ്റ് 6 o'clock. ഐ ഗെറ്റ് ഹോം അറ്റ് അബൌട്ട് 7. I have dinner. I go to bed at about midnight. This is a daily routine. ഇതാണ് ഈ ഇംഗ്ലീഷുകാരൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ ഒരു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എഴുതി വെക്കാം നോട്ട്സിൽ. എന്നിട്ട് നിങ്ങൾ തന്നെ അത് എന്ത് ചെയ്യുക, അതിൻ്റെ മോർണിംഗ് ടിൽ ഈവനിങ് നിങ്ങളുടെ ഡെയിലി ലൈഫ് ഒന്ന് എഴുതി നോക്കുക. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു യു ഡു എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യാറുണ്ട്? ഹെഡിങ് കൊടുക്കുക, ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്, പ്രഭാതം മുതൽ ടിൽ നൈറ്റ്, പ്രദോഷം വരെ, രാത്രി വരെ. അപ്പോൾ രാവിലെ എപ്പോൾ എണീക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു, ഈ വേർബുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസ് എഴുതി വെക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇതിപ്പോൾ IUDV ആണെങ്കിലാണ് ഈ സ്ട്രക്ചർ വരിക. ഐ ഗെറ്റ് അപ്പ്, യു ഗെറ്റ് അപ്പ്, ദേ ഗെറ്റ് അപ്പ്, വി ഗെറ്റ് അപ്പ്, സെയിം. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 o'clock എന്ന് പറഞ്ഞു. അപ്പോൾ നീ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ യു സ്റ്റാർട്ട് വർക്ക് അറ്റ് 9. അവരാണ് തുടങ്ങുന്നതെങ്കിൽ, ഒരു കൂട്ടം ആളുകളാണ് തുടങ്ങുന്നതെങ്കിൽ ദേ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9. ഞങ്ങളാണ് തുടങ്ങുന്നതെങ്കിൽ വി സ്റ്റാർട്ട് വർക്ക് അറ്റ് 9. ദർ ഈസ് നോ ഗ്രാമറ്റിക്കലി ദർ ഇസ് നോ ചേഞ്ച്, ഒരു മാറ്റോടെ വരുന്നില്ല. അതേ സമയത്ത് ഞാൻ വേറെ ആളെ കുറിച്ച് പറയുകയാണ്, അവനെന്നോ അല്ലെങ്കിൽ അവൾ എന്നോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ 9 മണിക്കാണ് ജോലി ആരംഭിക്കാറുള്ളത്. മൈ ഫാദർ
സ്റ്റാർട്ട്സ് എന്നാണ് പറയുക. കാരണം മൈ ഫാദർ എന്നുള്ളത് അയ്യോ ദേവിയിൽ വരില്ല, അത് ഹീലാണ് വരിക. മൈ മദർ ഗെറ്റ്സ് അപ്പ് എന്നാണ് പറയുക. മൈ മദർ ഗെറ്റ്സ് അപ്പ്, ഗെറ്റിനോട് കൂടിയാണ് യെസ് വരിക. മൈ മദർ മേക്സ് ടീ, എൻ്റെ അമ്മ ചായ ഉണ്ടാക്കാറുണ്ട്. മൈ മദർ goes to work. My mother goes to work at 9 o'clock. I go to work. My mother goes to work. Raju goes to work. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇ എസ് വരുന്നുണ്ട്. ഗോ എന്നുള്ള വാക്കിനോട് കൂടി എസ് മാത്രമല്ല ഇ എസ് വരുന്നുണ്ട്. അതേ സമയത്ത് അയ്യോ ദേവിൻ്റെ കൂടെ എസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പാട്ട് ഓർത്ത് വെക്കുക. സാറേ സാറേ സാമ്പാർ, സാറിൻ്റെ വീട്ടിൽ സാറേ സാറേ സാമ്പാർ, അയ്യോ ദേവിക്ക് എസ് ഇല്ല. സാറിൻ്റെ വീട്ടിൽ കല്യാണം, ഹീ ഷീ ഇറ്റിന് എസ് ഉണ്ട്. ഇറ്റ്സ് വെരി ഈസി, നോ മോർ കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും ഇല്ല, ഏത് സമയത്തും ഞങ്ങൾക്ക് ഓർത്ത് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ മൈ മദർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണെങ്കിലും അത് വേറൊരു വ്യക്തിയാണ്, ഷീൽ വന്നു. മൈ ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണെങ്കിലും അത് വേറൊരു വ്യക്തിയാണ്. മൈ ബ്രദർ, മൈ കിഡ് ബ്രദർ ഗോസ് ടു സ്കൂൾ അറ്റ് 9 o'clock. എൻ്റെ അനിയനാണെങ്കിലും അത് വേറൊരു വ്യക്തിയാണ്. ആദ്യം മൈ കിഡ് ബ്രദർ എന്ന് പറയും, പിന്നെ ഹീ എന്നാണ് പറയുക. മൈ ഫാദർ എന്ന് പറയും, 1-2 പ്രാവശ്യം മൈ ഫാദർ എന്ന് പറയും, പിന്നെ നമ്മൾ പ്രൊണൗൺ ഉപയോഗിക്കും, ഹീ എന്നാണ് ഉപയോഗിക്കുക. അതേപോലെ മൈ സിസ്റ്റർ, മൈ ലവർ, മൈ ഗേൾ ഫ്രണ്ട്, ആദ്യം അങ്ങനെ പറഞ്ഞാലും പിന്നെ നമ്മളെന്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്ത് ചെയ്യും, അത് പ്രൊണൗൺ ഉപയോഗിക്കും, ഷീ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് വരുമ്പോൾ എന്താണ് ഗ്രാമർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പ്രസൻറ്റ് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസേജ് ആണ് ഞാൻ പറഞ്ഞത്, ഡെയിലി റൂട്ടീൻ. ഇനി സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് എന്നാവുമ്പോൾ വെർബിനോട് കൂടെ നേരത്തെ പറഞ്ഞ പോലെ യെസ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 13 വേർഡ്സ് ജസ്റ്റ് വായിക്കാം. ഒന്ന് നിങ്ങൾക്ക് പദസമ്പത്തില്ലെങ്കിൽ പദസമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അയ്യോദേവി ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാത്തിൻ്റെ കൂടെ വെർബ് മാത്രം കൊടുത്താൽ മതി, ഡിക്ഷണറിയിൽ കാണുന്ന റൂട്ട് ഫോം മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഹീ ഷീറ്റ് ആകുമ്പോൾ ചിലപ്പോൾ യെസ്സോ ചിലപ്പോൾ ഇ എസ്സോ കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ വായിക്കാം. ഫോർ എക്സാമ്പിൾ ഗെറ്റിനോട് കൂടി യെസ് മാത്രം കൊടുത്താൽ മതി, ഗെറ്റ്സ്. നെക്സ്റ്റ് വൺ teach. Next one stay. Finish. Leave. Answer. Choose. Have. Practice. Complete. Go. Work. Marry. That's all. Then write the S form. Just add yes or es. Hope you have written. Teach. Teacher goodi just add es. Teachers. For example, I teach English. I teach English at ZodEDU. My brother teaches English at ZodEDU. Avade endu vaanam? Yes just es add cheyanam. Like that. For example, there is another trainer in ZodEDU. I teach English. Vinosa teaches. Just to put the yes word. Next one, I stay at home. He stays. He or she stays. Put yes. Next one, I finish my work at 6 o'clock. Or I finish my work at 9 o'clock. He finishes. She finishes. Next one, leave. I leave home at 7 o'clock in the morning. He leaves. My father leaves. Just finish എന്നുള്ള വാക്കിനോട് കൂടെ ഇ എസ് കൊടുക്കണം. ലീവ് എന്നുള്ള വാക്കിനോട് കൂടെ ലീവ് എന്നുള്ള വാക്ക് സ്പെല്ലിംഗ് അവസാനിക്കുന്നത് ഇയിലാണ്. അപ്പോൾ ജസ്റ്റ് എസ് മാത്രം ആഡ് ചെയ്താൽ മതി. സോ മൈ ഫാദർ ലീവ്സ് ഹോം അറ്റ് 9 o'clock. ആൻഡ് ആൻസർ, ഐ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ. He answers. ആൻസറിൻ്റെ കൂടെ ജസ്റ്റ് എസ് ആഡ് ചെയ്യുക. ആൻസേഴ്സ്. ചൂസ്. I choose this. He chooses. എസ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ she chooses. My wife chooses dress. I have. നേരത്തെ പറഞ്ഞ പോലെ have ഇവിടെ has ആണ് വരിക. I have dinner. I have dinner at 9 o'clock. He has dinner എന്നാണ് പറയുക. അതായത് I have dinner means I eat dinner. He has dinner means he eats dinner. I have breakfast at 8 o'clock in the morning. He has breakfast. He has breakfast means he eats breakfast. Then I practice English every day. He practices. Raju practices English every day. John practices. Just to put yes. കാരണം പ്രാക്ടീസ് എന്നുള്ള വാക്കും അവസാനിക്കുന്നത് ഇയിലാണ്. സോ പ്രാക്ടീസസ്. I complete my work. He completes. She completes.
I go to mosque. I go to mosque every day. I go to mosque 5 times every day. Raju goes to temple. John goes to church. ഇവിടെ ഗോ എന്നുള്ള വാക്കിനോട് കൂടി es ആഡ് ചെയ്യാം. ചില വാക്കുകളിൽ കൂടെ es കൊടുക്കണം. ഗോ എന്നുള്ള വാക്കിനോട് കൂടെ s മാത്രം കൊടുത്താൽ പോരാ. ഗോ എന്നുള്ള വാക്കിനോട് കൂടെ es കൂടി es ആഡ് ചെയ്യുക. So he goes. Raju goes. My mother goes. My father goes. My sister goes to school. My kid brother goes to school at 9 o'clock. My father goes to work at 8:30. My brother goes to college at 9 o'clock. So goes, G-O-E-S. Work, I work. I work in ZodEDU. Seinu works. Seinu works in ZodEDU. So I work, you work, they work, we work. Same. He works, she works. Marry. വർക്ക് എന്നുള്ള കൂടെ എസ് മാത്രം ആഡ് ചെയ്താൽ മതി. മാരി, MARRY, മാരി. അത് അവസാനിക്കുന്നത് വൈലാണ്. ഇവിടെ യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. ഇവിടെ വൈ എന്നുള്ള സ്പെല്ലിങ്, വൈ എന്നുള്ള വാക്ക്, വൈയിൽ എൻഡ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ഹീ ഷീറ്റ് ആകുമ്പോൾ വൈനോട് കൂടെ IES വരുന്നു. നൗ വി വുഡ് ലൈക്ക് ടു ഡിസ്കസ് സം ഫ്രീക്വൻസി ആഡ്വേർബ്സ് വി യൂസ് വിത്ത് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രീക്വൻസി ആഡ്വേർബ്സ് ഉണ്ട്. ഇതും യു ക്യാൻ ടേക്ക് ഡൗൺ. ഇറ്റ്സ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ടൈം എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആഡ്വേർബ്സ് ആണ്. ഓഫൺ, ഹാർഡ്ലി അവർ, യൂഷ്വലി, നെവർ, ഓൾവേസ്, സംടൈംസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മീനിങ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ, ചിലപ്പോൾ. ഓൾവേസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന, എല്ലായ്പ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് എന്ന് പറയുക. അതുപോലെ നെവർ, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. യൂഷ്വലി പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് യൂഷ്വലി എന്ന് ഉപയോഗിക്കുക. ഹാർഡ്ലി അവർ വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, റയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഹാർഡ്ലി അവർ എന്ന് ഉപയോഗിക്കുക. ഓഫൺ, ഓഫ്റ്റൻ, OFTEN, ഓഫൺ, മിക്കപ്പോഴും, പലപ്പോഴും എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഞാനിപ്പോൾ തന്ന വാക്കുകൾ ഓഫ്റ്റൺ, ഹാർഡ്ലി അവർ, യൂഷ്വലി, നെവർ, ഓൾവേസ്, സംടൈംസ്. ഇത് ഇപ്പോൾ അത് ഓർഡറിലാക്കി വെക്കുക. പുട്ട് ദ ഫ്രീക്വൻസി ആഡ്വേർബ്സ് ഇൻ ദ കറക്റ്റ് ഫോം. അതായത് അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് അതൊന്ന് ഓർഡറാക്കി നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾവേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100%. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. I'm going to finish this program here. My time is up. I'm forced to wind up this program here. Thank you for all watching this program. We will see again the same date, same time next week. Till then, goodbye.